Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോ വാഷിംഗ് മെഷീനും അതിൻ്റെതായ ക്ലീനിങ് മെത്തേഡ്സ് ഉണ്ടാവും. പക്ഷേ ബേസിക് ആയിട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ക്ലീനിങ്ങും അതെങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ട്രിക്സും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള കുറച്ച് വീട്ടമ്മമാർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് IFBയുടെ വാഷിംഗ് മെഷീനാണ്. 6.5 കിലോ ആണ് അതിൽ കൊള്ളുന്നത്. ഇതുപോലെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഇതിൽ ടബ് ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഓരോ കമ്പനിയുടെയും ഇപ്പോൾ IFB ആണെങ്കിൽ IFBയുടെ ടബ് ക്ലീൻ പൗഡർ ഉണ്ട്, സാംസങ്ങിൻ്റെ ടബ് ക്ലീൻ പൗഡർ ഉണ്ട്. അതിട്ടിട്ട് ടബ് ക്ലീൻ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അതിങ്ങനെ കറങ്ങി നമ്മുടെ ടബ് മൊത്തം ക്ലീൻ ചെയ്യും. പക്ഷേ ടബ് ക്ലീൻ പൗഡർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലും ക്ലീൻ ആവാത്ത കുറച്ച് പാർട്സ് ഉണ്ട്. ഇപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന പോലെ അവിടെ ഒന്നും ക്ലീൻ ആവില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിൽറ്റർ പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ നൂലുകളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലുണ്ടായിരുന്ന ചളിയൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഒരുമാതിരിയുള്ള എല്ലാ വാഷിംഗ് മെഷീനിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതിനെ ലിൻഡ് ഫിൽറ്റർ എന്ന് അങ്ങനെ എന്തോ ആണ് പറയുക, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിലാണ് നൂലുകളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലത്തെ ചളിയൊക്കെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ നമുക്ക് ഭയങ്കര ചളിയായിരിക്കും ഇതിൻ്റെ മുകളിൽ. പിന്നെ ഒരു ത്രെഡ് പോലെ ഒരു ഫിൽറ്റർ പോലെ ആയിരിക്കും, നേരിയ ഓട്ടകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ചളി ഉണ്ടായിരുന്നു എന്ന്. ഇതിപ്പോൾ ഏതാണ്ട് ഞാൻ ഒരു കൊല്ലത്തോളമായി ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കറക്റ്റായിട്ട്. ശരിക്കും നിങ്ങളൊരു 3 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം. പിന്നെ ഇത് ബാംഗ്ലൂരാണ്, അപ്പോൾ അവിടെ ഭയങ്കര ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ സംഭവങ്ങളും ഉണ്ടായിരിക്കും. കണ്ടോ, അതിങ്ങനെ ഉറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചളിയുടെ കട്ട പോലെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോരുക. അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അത് എത്രത്തോളം നീറ്റായി എന്ന് മനസ്സിലാവും. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്ലീനായിന്ന്. നല്ല കുട്ടപ്പനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുക. എന്നാലും ആ മുകളിൽ കാണുന്ന ചളിയൊക്കെ അത് പോവില്ല കേട്ടോ, കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അത്രത്തോളം ഭയങ്കര പുതിയതുപോലെയൊന്നും ആവില്ല, എന്നാലും നമുക്ക് നന്നായി നീറ്റാക്കാൻ പറ്റും. അതിനുശേഷം സെയിം സൈഡിൽ തന്നെ നമ്മൾ പതുക്കെ വെച്ചു കൊടുക്കുക. കാരണം അതിൻ്റെ മുകളിലത്തെ ആ കൊളുത്തൊന്നും അത്രയും ഉറപ്പുള്ളതായിരിക്കില്ല, അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ പതുക്കെ തന്നെ അത് തിരിച്ച് ഫിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സ്ഥലമാണ് ഡിറ്റർജൻറ്റ്, അതുപോലെ തന്നെ ഫാബ്രിക് സോഫ്റ്റ്വെയർ, കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്ന ഫാബ്രിക് കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം. ആ ഭാഗവും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് അതിങ്ങനെ വളരെ പറ്റി പിടിച്ചിരുന്നിട്ട് ചില ഭാഗങ്ങളൊന്നും പോവില്ല. അത്രയും ഹാർഡായിട്ടാണ് അവിടെ സോപ്പും അതുപോലെ തന്നെ വാട്ടറും കൂടിയിട്ടിരിക്കുന്നത്. എന്നാലും ഒരുവിധം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല നമ്മുടെ ഏതെങ്കിലും ഒരു പ്രില്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ജെല്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല സോപ്പ് പൊടി യൂസ് ചെയ്തിട്ട് നന്നായി ഉരച്ച് കഴുകുക. ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് പോയി കിട്ടും, ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പിന്നെയുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർജൻറ്റ് ഇടുന്ന ആ ബോക്സ് ഇട്ട് വെക്കുന്ന ആ പോർഷനാണ്. അപ്പോൾ അതും അതിൻ്റെ മുകളിലെ പോർഷനിലും ഇതുപോലെ ഇങ്ങനെ ഡിറ്റർജൻറ്റ് വീട് കുറേ ആയിട്ട് അതിങ്ങനെ ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം എടുത്തിട്ട് അവിടേക്ക് ഒഴിക്കുക. അതിന് ശേഷം ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കോല് യൂസ് ചെയ്ത് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ ആ വെള്ളവും അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കുകളും ഒക്കെ ആ തുണിയിൽ പറ്റി പിടിച്ചിട്ട് നമുക്ക് ആ ഭാഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കിച്ചൺ ക്ലീനറാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രില്ലോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒരു തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. പൊടിയായിരിക്കും മിക്കവാറും ആ ഭാഗത്ത് കൂടുതൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിറ്റർജൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഉണ്ടായിരിക്കും. വാഷിംഗ് പൗഡർ അവിടെയൊക്കെ വീട് കളറ് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കും. അവിടെയും നമ്മൾ നന്നായി ഒരു തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അടുത്തത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മുടെ ടബ് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഒരു 2.5 മണിക്കൂറിൻ്റെ പ്രോസസ്സാണ് കേട്ടോ. സാധാരണ ടബ് ക്ലീൻ പൗഡർ മേടിക്കാൻ കിട്ടും. IFBയുടെ ആയാലും LGയുടെ ആയാലും നമ്മുടെ സാംസങ്ങിൻ്റെ ആയാലും ഒക്കെ കിട്ടും. പക്ഷേ ഞാനത് യൂസ് ചെയ്തില്ല. നമ്മുടെ സാധാരണ വാഷിംഗ് പൗഡർ തന്നെ ഒരു 3 വലിയ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഡിഷ് വാഷിംഗ് ജെല്ല് ഏതെങ്കിലും ഒരെണ്ണം ഇപ്പം എൻ്റെ ഉള്ളത് പ്രില്ലാണ്. അപ്പം അതും ഒരു 3-4 തുള്ളി നമ്മൾ അതിൻ്റെ കൂടെ ഒറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം പവർ ഓൺ ചെയ്തിട്ട് ടബ് ക്ലീൻ എന്നുള്ള ഓപ്ഷനിൽ ഇടുകയാണ്. അപ്പോൾ ഇതിൽ 2 മണിക്കൂറാണ് കാണിക്കുന്നത്. ഓരോ വാഷിംഗ് മെഷീനും ഓരോ തരത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ IFBയിൽ 2 മണിക്കൂറാണ്, സാംസങ്ങിൻ്റെ LGയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി 2 മണിക്കൂർ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് തനിയെ ഫോം വരും, അത് റിൻസ് ചെയ്യും, ചിലപ്പോൾ വെള്ളം കളയും, പിന്നെയും വെള്ളം വരും. അത് 2 മണിക്കൂറിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആവും. അപ്പോൾ എല്ലാവരും ഇത് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ചെയ്യുക. ടബ് ക്ലീൻ ആയാലാണ് നമ്മുടെ തുണികൾ ക്ലീൻ ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായത് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.